എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള അല്ലെങ്കിൽ നമുക്ക് വിളിക്കുന്നവരെല്ലാം ചോദിക്കുന്ന ഒരു വണ്ടിയാണ് 2019 മോഡൽ ഫോർഡ് എൻഡെവർ 3.2 4x4 ഓട്ടോമാറ്റിക് വേരിയന്റിലുള്ള പുഷ് ബട്ടൺ സ്റ്റാർട്ടോടുകൂടി വരുന്ന വാഹനമാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനം ഓടിയിരിക്കുന്നത് 80,000 കിലോമീറ്റർ ആണ്. 2019 മാനുഫാക്ചറിങ്, 19 രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് കമ്പനിയുടെ പേരിൽ നിന്ന് ഡയറക്ടറുടെ പേരിലേക്ക് മാറിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ വാഹനത്തിന്റെ വിശേഷമാണ് നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഡൽഹി വണ്ടികളാകുമ്പോഴത്തേന് ബമ്പറൊക്കെ തീർച്ചയായിട്ടും റീപെയിന്റഡ് ആയിരിക്കും. 2 ബമ്പർ റീപെയിന്റ് ആണ്. അതുകൂടാതെ ഇതിലൊരു സിംഗിൾ പീസ് റീപെയിന്റ് വന്നിട്ടുണ്ട്. അത് ഈ ഒരു ഫെൻഡറാണ്. ഈ ഒരു ഫെൻഡർ മാത്രം റീപെയിന്റ് വന്നിട്ടുണ്ട്. അതുകൂടാതെ വണ്ടിയിൽ ഒരു റീപ്ലേസ്മെന്റ് വന്നിട്ടുണ്ട്. അത് ഡിക്കിയുടെ ഗ്ലാസ് ആണ്. അത് നമ്മൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഒന്നും കൂടെ ഞാൻ റിമൈൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ വേറെ യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചുകളോ ഡെന്റുകളോ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3.2ന്റെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാം. പിന്നെ നമ്മൾ ഈ 2 ഡോർ ഒരുമിച്ച് പറയുകയാണ്, ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്ത് പറയുന്നതിന് വേണ്ടിയാണ്. ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള നഖം കൊണ്ടുപോലത്തെ ചെറിയ സ്ക്രാച്ചുകളേ ഉള്ളൂ. അല്ലാതെ വേറെ ഡെന്റുകളോ കാര്യങ്ങളോ ഒന്നും ഈ 2 ഡോറുകളിലും വന്നിട്ടില്ല. നമ്മളൊന്ന് റബ്ബിംഗ് പോളിഷ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഡോറ് തുറന്നൊന്ന് കാണാം. ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ സ്വിച്ചുകളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൽ ചെറിയൊരു കളർ ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പില്ലറിൻ്റെ ഭാഗത്തേക്ക് പോകാം. പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. നല്ല ഡിമാൻഡുള്ളൊരു വണ്ടിയാണ്. 3.2 4x4 ഓട്ടോമാറ്റിക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടിയാണ്. കൺഫേം 2019 മാനുഫാക്ചറിങ്, 19 രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് കാണാം. ഡോർപാടുകളൊക്കെ നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരാം. ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ ക്ലിയർ ആയിട്ട് കാണാം. അത്യാവശ്യം നല്ല പൊടിയുണ്ട്. അപ്പം അതിൻ്റേതായ ഒരു ഇത് നമുക്ക് വീഡിയോയിലും അറിയാൻ പറ്റും. വണ്ടിയിൽ ഫുള്ള് പൊടിയുണ്ട്. അപ്പോൾ ഇനി ഒരു ക്വാർട്ടർ പാനലിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെ എങ്ങും ഡെന്റുകളോ സ്ക്രാച്ചുകളോ ഒന്നും ക്വാർട്ടർ പാനലിലൊന്നും വന്നിട്ടില്ല. ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്. ഇവിടെ ഇതൊക്കെ ചെറിയ സ്ക്രാച്ചുകളാണ്. അതൊരു റബ്ബിംഗ് പോളിഷിൽ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ വാഹനത്തിന്റെ പുറകു വശത്തേക്ക് വരുമ്പോഴത്തേന് ഈ ടൈൽ ലൈറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. ഈ 2 ടൈൽ ലൈറ്റിലും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ ഇതിന്റെ ഈ ഗ്ലാസ് ആണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇത് 2020 റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് കാണാം. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊരു അഡീഷണൽ ലൈറ്റ് വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ 2 സീറ്റുകൾ നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനും അൺഫോൾഡ് ചെയ്യാനുമുള്ള സ്വിച്ചുകൾ, അത് സിംഗിൾ ടച്ചിൽ തന്നെ അത് ഫോൾഡ് ആവുകയും അൺഫോൾഡ് ആവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ ഒരു 12 വാൾട്ടിൻ്റെ ചാർജിങ് യൂണിറ്റ് നമുക്ക് വരുന്നുണ്ട്. ഈ ഭാഗത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകളെല്ലാം നമുക്ക് ക്ലീൻ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ്ങും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഡിക്കി അടയ്ക്കാനായിട്ടുള്ള സ്വിച്ചാണ്. ഒരു സിംഗിൾ ടച്ചിൽ തന്നെ നമുക്കിത് ക്ലോസ് ചെയ്യാം. അതുപോലെ നമുക്ക് റിമോട്ടിൽ ഇത് ഓപ്പൺ ക്ലോസ് ചെയ്യാനുള്ള സംവിധാനവും ഈ വാഹനത്തിൽ ഉണ്ട്. അതുകൂടാതെ ഇവിടെ നമുക്ക് ഇതിൻ്റെ ടൈറ്റാനിയം എന്നുള്ള ബാഡ്ജിങ്ങും 4 വീൽ ഡ്രൈവ് ആണ്. 4x4ന്റെ ഒരു ബാഡ്ജിങ്ങും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്ക് പോകാം. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ തന്നെ ഈ ഫ്യൂവൽ ടാങ്ക് സൈഡ് ക്വാർട്ടർ പാനലിൻ്റെ ഈ ഒരു ഭാഗത്തൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റോ ഡെന്റുകളോ സ്ക്രാച്ചുകളോ അല്ല. ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്. ഡെന്റുകളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ ഈ ഗ്ലാസ്സുകളെല്ലാം ഒറിജിനൽ ഗ്ലാസ്സുകൾ തന്നെയാണ്. ഫ്രണ്ട് വിൻഷീൽഡ് ഉൾപ്പെടെ ഒറിജിനലാണ്. പുറകിലത്തെ ഒരു ഡിക്കിയുടെ ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു 2 ഡോർ ഒരുമിച്ച് പറയാം. ഈ 2 ഡോറിലും യാതൊരു വിധത്തിലുള്ള ഡെന്റുകൾ സംഭവിച്ചിട്ടില്ല. ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്. അതൊക്കെ ചെറിയ സ്ക്രാച്ചാണ്. നമ്മൾ ഇതിൻ്റെ അടുത്ത് വന്ന് നിന്നാലേ കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഈ ഡോറ് തുറന്ന് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണാം.
ഈ ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെയും നമുക്ക് കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർ പാഡ് അത്യാവശ്യം വൃത്തിയിലാണെങ്കിൽ ഇവിടെയൊക്കെ ചെറിയ ചെറിയ 1-2 സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഈ ഒരു വശത്തേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ സ്ക്രാച്ചുകളുണ്ട്. അപ്പോൾ ഈ ഒരു ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെയും നമുക്ക് കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഡോർ പാഡുകളും നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പില്ലറിൻ്റെ ഭാഗത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കാം. ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ്. നമ്മൾ ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഫെൻഡറിൽ അങ്ങ് യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചുകളും ഇല്ല. ചെറിയ കുഞ്ഞൊരു കല്ലടിച്ച പോലത്തെ ഒരു ഡെൻറ്റ് മാത്രം ഈ ഒരു ഭാഗത്തുണ്ട്. അതൊക്കെ നമ്മളൊരു നല്ലൊരു ഡീറ്റെയിലിങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ക്ലീൻ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ബോണറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ബോണറ്റിൽ അങ്ങ് യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചുകളോ ഡെൻറ്റുകളോ ഒന്നും തന്നെ ഇല്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ ഫ്രണ്ട് വശിരിക്കുന്നത്. ഹെഡ്ലൈറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. നമുക്ക് ഇതിൽ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് ആണ് വരിക. താഴെ നമുക്ക് 2 ഫോഗ് ലൈറ്റുകൾ വരുന്നുണ്ട്. ക്രോമിൻ്റെയും ബ്ലാക്കിൻ്റെയും കൂടി ഒരു ഫിനിഷാണ് നമുക്ക് ഈ ഗ്രില്ലിൽ വരിക. അതിൽ തന്നെ ഫോർഡിൻ്റെ വലിയൊരു എംബ്ലവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബോണറ്റ് ഒന്ന് തുറന്ന് എഞ്ചിൻ റൂം ഒന്ന് കാണാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. ബോണറ്റിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേനും നല്ല നീറ്റായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ എങ്ങും ഇതൊന്നും അഴിച്ചതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും കാണുന്നില്ല. ഇത് ഓൾമോസ്റ്റ് പുതിയ ബാറ്ററിയാണ്. 2025 7-ാം മാസത്തിൽ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ബാറ്ററിയാണ്. എഞ്ചിൻ റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സൗണ്ടാണ് ഈ വാഹനത്തിനുള്ളത്. നമ്മൾ വണ്ടി ഓടിച്ചു വന്നപ്പോഴത്തേനും ഗിയർ ഷിഫ്റ്റിൽ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ നീറ്റാണ് വണ്ടി. നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയറും ടയറും ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേനും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡിലോ സെൻട്രൽ കൺസോളിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. സ്റ്റിയറിംഗിലേക്ക് വരുവാണെങ്കിൽ സ്റ്റിയറിംഗിൻ്റെ സ്വിച്ചുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടില്ല. സ്റ്റിയറിംഗ് വീലൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. സീറ്റുകളുടെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ സീറ്റുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടില്ല. കമ്പനി ഒറിജിനൽ ലെതർ സീറ്റുകൾ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പുറകു നിര സീറ്റുകളിലേക്ക് പോകാം. ഇതിൻ്റെ പുറകു നിര സീറ്റുകളിലേക്ക് വരുമ്പോഴത്തേനും ബീജ് കളറിൽ നല്ല ക്ലീൻ കണ്ടീഷനിലുള്ള സീറ്റുകളാണ്. സീറ്റുകളിലൊന്നും യാതൊരു ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. അകവശമാണെങ്കിലും ഫ്ലോറെല്ലാം നല്ല വൃത്തിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇവിടെ നമുക്ക് റിയർ AC-യുടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. സ്വിച്ചുകളെ താഴെ ഒരു ചാർജിങ് പോയിന്റ് നമുക്ക് വരുന്നുണ്ട്. നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. പുറകു നിര സീറ്റുകൾ പറയുകയാണെങ്കിൽ അത് റയർലി യൂസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ യാതൊരു വിധത്തിലുള്ള ഡാമേജുകളില്ല. ഇപ്പോൾ ഇനി ടോപ്പിലേക്ക് വരുമ്പോഴത്തേന് ടോപ്പിൽ നമുക്ക് ഏറ്റവും പുറകിലത്തെ നിരക്കുള്ള AC വെൻറ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. റൂഫൊക്കെ നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൺറൂഫ് എല്ലാം വർക്കിംഗ് ആണ്. എല്ലാ ഫങ്ഷൻസും വർക്കിംഗ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരിട്ട് ഇതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഫോർഡിൻ്റെ ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് ഇതിൽ വരുന്നത്. അതുകൂടാതെ 2024 ലാസ്റ്റ് മാനുഫാക്ചറിംഗ് ഉള്ള ഏകദേശം 90% ത്രെഡോട് കൂടിയ C8-ൻ്റെ ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ സ്റ്റെപ്പിനിയും ഓൾമോസ്റ്റ് ഒരു 90% ഉള്ള ഒരു സ്റ്റെപ്പിനിയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്.
2019 മാനുഫാക്ചറിങ്, 19 രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും 80,000 കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോട് കൂടി ഓടിയിരിക്കുന്ന ഒരു അടിപൊളി ഫോർഡ് എൻഡേവർ 3.2 4x4 ഓട്ടോമാറ്റിക് വേരിയന്റിലുള്ള വാഹനമാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടിയാണ്. വളരെ റെയർ പീസായിട്ട് കിട്ടുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 23,50,000 രൂപയാണ്. അത് ഓൺ ടേബിളിൽ ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്ന് ഇതുപോലത്തെ വാഹനങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതിലും അടിപൊളി ഒരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.